എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അലീന ടിസജി. ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ഞാൻ ഒരു അത്ലറ്റാണ്. എൻ്റെ ഈവൻ്റ് ട്രിപ്പിൾ ജമ്പ്. ചെറുപ്പം തൊട്ടേ സ്പോർട്സ് ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹം 13 മീറ്റർ ചെയ്ത് റെയിൽവേയിൽ ജോലി വേണമെന്നായിരുന്നു. പക്ഷേ ഈ ട്രിപ്പിൾ ജമ്പ് ചെയ്യുന്ന ഒരാൾക്ക് 13 മീറ്റർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ 2022 എൻ്റെ അനിയൻ മരിച്ചു. അപ്പോൾ വീട്ടിൽ കുറേ ബുദ്ധിമുട്ടൊക്കെ ആയി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 ജനുവരി 4-ാം തീയതിയാണ്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പം ഒന്നാമത് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ 2023 എനിക്ക് നടുവേദനയായി. നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോൾ കുനിഞ്ഞ് ഒന്ന് ബക്കറ്റിൽ നിന്ന് വെള്ളം പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് യൂട്യൂബിൽ ഞാൻ കൃപാസനത്തെക്കുറിച്ച് കാണുന്നതും അങ്ങനെ കൃപാസനത്തിൽ വരുന്നതും, പണ്ടൊക്കെ ഞാൻ പള്ളിയിൽ പോകാനൊക്കെ എനിക്ക് മടിയായിരുന്നു. പള്ളിയിൽ പോകത്തില്ല, പ്രാർത്ഥന ചൊല്ലത്തില്ല, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. സ്കൂൾ ടൈമിലെ കുറേ നാഴ്സൊക്കെ പോയെങ്കിലും എനിക്ക് മെഡലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നാഴ്സസ് പോകുമ്പോഴേ എൻ്റെ ചിന്ത എന്നാ എൻ്റെ മിടുക്ക് കൊണ്ടാണ് എനിക്ക് മെഡൽ വരുന്നതെന്നൊരു ചിന്തയായിരുന്നു. അത് കഴിഞ്ഞ് കൃപാസനത്തിൽ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടി. എൻ്റെ കയ്യിൽ ഫുള്ള് കുളിരി കയറുന്ന പോലെയും മാതാവ് എൻ്റെ കൂടെ ഉള്ള പോലെയും. കാരണം ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, എന്ത് ചെയ്യണമെന്നൊരവസ്ഥ അറിയാത്തൊരവസ്ഥ. അപ്പം നടുവേദനയും കൂടെ ആയി, എവിടെ എത്തുന്നില്ല, സപ്പോർട്ടിന് ആരുമില്ല, അങ്ങനെയൊക്കെ ആയിപ്പോയി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉപ്പ് മേടിച്ചുകൊണ്ടാണ് പോയത്. ഉപ്പ് മേടിച്ച് അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കുറച്ച് മാറ്റമൊക്കെ തോന്നി തുടങ്ങി. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആദ്യത്തെ മത്സരം ഡിസംബറിലെ മത്സരത്തിന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പോലും 2 ജമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. 2 ജമ്പ് ചെയ്യുമ്പോൾ തന്നെ എവിടെയെങ്കിലും എനിക്ക് ഇരിക്കണം, ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസമാകത്തുള്ളൂ. അപ്പോൾ അപ്പോഴും എനിക്ക് ടെൻഷനായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസംബറിൽ ഓൾ ഇന്ത്യ മീറ്റിന് പോയി. ഒഡീഷയിൽ ഞാൻ പോയി. പക്ഷേ അവിടെ ചെന്ന് അത്ഭുതം എന്ന് പറയട്ടെ, 6 ജമ്പാണ് എനിക്ക് ആകെയുള്ളത്. ഇവിടെ 2 ജമ്പ് ചെയ്യുമ്പോൾ തന്നെ തളർന്ന് വീഴുന്ന ഞാൻ അവിടെ ചെന്ന് 6 ജമ്പും ചെയ്ത് 2 സെൻറ്റിമീറ്ററിന് ഞാൻ സെക്കൻഡ് വന്നു. ഓൾ ഇന്ത്യ മീറ്റിൽ ഞാൻ സെക്കൻഡ് വന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു സമയത്ത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരു കുട്ടി പറഞ്ഞു, ഇങ്ങനെ കൃപാസന മാതാവിൻ്റെ രൂപം അവൾ യൂട്യൂബിൽ കണ്ടു എന്ന് പറഞ്ഞു. മെഴുകുതിരിയിൽ ഒരാൾ സാക്ഷി ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല, അതൊക്കെ ചുമ്മാ അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ്. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പോലും എടുക്കാത്ത എനിക്ക് മാതാവ് അനുഗ്രഹം തന്നിട്ട് ഞാൻ മാതാവിനെ തള്ളി പറഞ്ഞൊരു വ്യക്തിയാണ്. പിറ്റേ ദിവസം ചുമ്മാ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിട്ട് അപ്പോഴും എൻ്റെ മൈൻഡ് പോയി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഹിന്ദുവായൊരു കൊച്ചു വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി സാക്ഷി ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാരി, എന്നെക്കൊണ്ട് ഇത് പറ്റുന്ന കാര്യമൊന്നുമല്ല, പള്ളിയിലൊന്നും പോകാൻ എനിക്ക് പറ്റത്തില്ല, 5:30-7 മണിക്കൊന്നും പ്രാർത്ഥിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അങ്ങനെയല്ല, ചേച്ചി ഉടമ്പടി എടുക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഒരു ഹിന്ദു കുട്ടി ക്രിസ്ത്യാനിയായി എൻ്റെ അടുത്ത് അവളാ വന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ശരി എന്നാൽ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളുടെ നിർബന്ധത്തിനാണ് ഞാൻ വരുന്നത്, എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. ജനുവരി 4, 2025 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഫസ്റ്റ് ഒരു ട്രയൽ വന്നു, സെൻട്രൽ റെയിൽവേയിലെ ട്രയൽ വന്നു. ഉടമ്പടിയിൽ എൻ്റെ ഫസ്റ്റത്തെ നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 മീറ്റർ ചെയ്ത് സദേൺ റെയിൽവേയിൽ വീടിനടുത്ത് തന്നെ എനിക്ക് ജോലി വേണമെന്നായിരുന്നു ഞാൻ ഉടമ്പടിയിൽ എഴുതിയത്. കാരണം 13 മീറ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ ഫസ്റ്റ് ട്രയൽ വന്നു മുംബൈയിൽ. അപ്പോൾ അതിൽ പോയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല, 12-20 ഞാൻ ചെയ്തുള്ളൂ. അപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തു വന്നിട്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നൊക്കെ ഓർത്തു. പിന്നെ ഫെബ്രുവരിയിൽ ചെന്നൈയിലൊരു ട്രയൽ വന്നു, ICFൻ്റെ. അതിലും എനിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറി ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ രണ്ടാമതും എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ എന്താ ഉടമ്പടിയിൽ എഴുതിയത്, 13 മീറ്റർ ചെയ്ത് സദേൺ റെയിൽവേയിൽ ജോലി വേണമെന്നായിരുന്നു എഴുതിയത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം മാതാവ് എനിക്ക് വേണ്ടി നീക്കി വെക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഫസ്റ്റ് മത്സരം ജൂലൈയിൽ ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ സ്പൈക്സിലും ക്യാൻവാസിലും നെറ്റിയിലും നമ്മുടെ ഇടുന്ന സ്ലീവ് ടൈറ്റ്സ് എന്തൊക്കെ ഡ്രസ്സാണ് അതിലെല്ലാം ഞാൻ മാതാവിൻ്റെ തൈലം തേക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷന് ഞാൻ പോവുക. അപ്പോൾ 12:70 ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ച് ജൂലൈയിൽ ഫസ്റ്റ് മീറ്റിന് പോയിട്ട് 13:30 ഞാൻ ചെയ്തു. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം എന്നെക്കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ? ഞാൻ പണ്ടൊക്കെ എൻ്റെ സ്വന്തം ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ടിരുന്ന എനിക്ക് പിന്നെ മനസ്സിലായി, എൻ്റെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന സംഭവം എനിക്ക് ശരിക്കും മനസ്സിലായി. കാരണം മാതാവ് ഒറ്റൊരാളുടെ കടാക്ഷം കൊണ്ടാണ് എനിക്ക് അന്ന് 13:30 ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ചെറുതിലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഫോട്ടോയൊക്കെ പത്രത്തിൻ്റെ പുറകിലത്തെ പേജിൽ വരണമെന്ന്. പിന്നെ ആഗ്രഹം ഞാൻ വിട്ടു. പിന്നെ ചെന്നൈയിൽ അതിൻ്റെ ബാക്കിയായിട്ട് സീനിയർ നാഷണൽ ചെന്നൈയിൽ വെച്ച് നടന്നപ്പം
അതിലും 13-15 ചെയ്ത് എനിക്ക് സെക്കൻഡ് വരാൻ പറ്റി. അപ്പം മനോരമയുടെ ലാസ്റ്റ് പേജിൽ എൻ്റെ ഒരു ഫോട്ടോ വന്നു. അപ്പം ഞാൻ ഓർത്തു, ഞാനേ മറന്നുപോയൊരു കാര്യം മാതാവ് അത് മറന്നിട്ടില്ല. 9-10 ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അങ്ങനെയൊക്കെ എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ വെച്ച് നടന്ന മീറ്റിൽ അങ്ങനെ ഒരു ഫോട്ടോ വന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഓൾ ഇന്ത്യ മീറ്റ്, അപ്പം ഞാൻ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ മീറ്റാണ് ജനുവരിയിൽ ഓൾ ഇന്ത്യ മീറ്റ് മംഗലാപുരത്ത് വെച്ചിട്ട്. അപ്പോൾ രണ്ട് റൗണ്ടാണ്, ഒന്ന് ക്വാളിഫയർ റൗണ്ട്, ഒന്ന് ഫൈനൽ റൗണ്ട്. ക്വാളിഫയർ റൗണ്ടിൽ എനിക്ക് രാവിലെ 8 മണിക്കാണ് ട്രിപ്പിൾ ജമ്പ് ചെയ്യേണ്ടത്. രാവിലെ 3 മണിക്ക് എനിക്ക് പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റപ്പോഴത്തേനും എനിക്ക് മൈഗ്രെയിനായി. ഞാൻ എങ്ങനെ 8 മണിക്ക് പോയി ഞാൻ എങ്ങനെ കോമ്പറ്റീഷൻ ചെയ്യും? എനിക്ക് ഗ്രൗണ്ടിൽ പോയിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാനോ വാമപ്പ് ചെയ്യാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ 12:50 ക്വാളിഫൈ മാർക്കായിരുന്നു. അവിടെ ചെന്ന് ഒന്നും ചെയ്യാതിരുന്ന ഞാൻ ആ തൈലം എടുത്ത്, എൻ്റെ നെറ്റി മൊത്തവും മാതാവിൻ്റെ തൈലമായിരുന്നു. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ആകെ തൈലം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, തൈലവും ഉപ്പും ഞാൻ കുറച്ച് വായിൽ തൊട്ടിട്ടാണ് ഞാൻ പോവുക. തൈലം മാത്രം ഉപയോഗിച്ച് അവിടെ ചെന്നു. ഫസ്റ്റ് ജമ്പ് തന്നെ 12:50 ഞാൻ ചെയ്തു. ബാക്കി 2 റൗണ്ട് എന്നെക്കൊണ്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. മാതാവ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എന്നെ തിരിച്ചു വിട്ടു. പിന്നെ പിറ്റേ ദിവസം 3 മണിക്ക് അടുത്ത ഫൈനലാണ്. അപ്പോഴും രാവിലെ 5:30 എണീറ്റപ്പോൾ എനിക്ക് മൈഗ്രെയിൻ വരുന്ന ഒരാൾക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഫുള്ള് വൊമിറ്റിങ്, കാര്യങ്ങൾ, തലകറക്കം, ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴും എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് എന്താ? കൊന്ത, ജപമാല, വിശ്വാസപ്രമാണം, തൈലം, ഇത് മാത്രം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എനിക്ക് മൊത്തം അറിയാം. അതുകൊണ്ട് അത് മാത്രമേ ഉള്ളായിരുന്നു ആകെ എനിക്ക് ആശ്വാസം. അങ്ങനെ 3 മണിക്ക് ഈവൻ്റ്. രാവിലെ പിന്നെ പോയി ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പൊക്കെ ഇട്ട് അങ്ങനെ കോമ്പറ്റീഷന് പോയപ്പോഴും അവിടെയും മാതാവ് ഒരു ഉറപ്പും ഇല്ലാണ്ട് പോയി എനിക്ക് മാതാവ് അവിടെയും ഫസ്റ്റ് തന്നു. അങ്ങനെ 13 മീറ്റർ ഒരു തവണയെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് കുറേ തവണ മാതാവ് ചെയ്യാൻ പറ്റി. പിന്നെ മാർച്ചിലൊരു കോമ്പറ്റീഷനും ഇതുപോലെ 6:50 എനിക്ക് ഈവൻറ്റ്. വൈകുന്നേരം ആ ഈവൻറ്റിൻ്റെ സമയത്തും ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന 7 മണിക്ക് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. ബാക്കി പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ജോമാരെല്ലാം ചൊല്ലി ഓരോ റൗണ്ടിനിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റുള്ളവർ കാണുന്നുണ്ട്, എന്നാലും എനിക്കതൊന്നും വിഷയമല്ല. മാതാവിൻ്റെ കൂടെ ഉണ്ടായാൽ മതിയെന്ന് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്. ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയും 13-12 ബാംഗ്ലൂരിൽ ചെയ്യാൻ പറ്റി. അവിടെ എനിക്ക് സെക്കൻഡ് വന്നു. അങ്ങനെ മാർച്ച് 17 എന്നെ വിളിച്ചു, റെയിൽവേന്ന് വിളിച്ചു. മാർച്ച് 17 അവിടെ ചെന്നപ്പോഴത്തേനും കോട്ടയത്തോട്ട് പോസ്റ്റിംഗ് തരാം, പൊക്കോളാൻ പറഞ്ഞു. 2 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് കുറേ ദിവസമായിട്ടും എന്നെ വിളിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് മാതാവിൻ്റെ രൂപം ഉണ്ടെന്ന് പറഞ്ഞ് കള്ളത്തരമാണെന്ന് പറഞ്ഞ് എനിക്ക് മാതാവ് കാണിച്ചു തന്നു മാതാവിൻ്റെ രൂപം. അവിടെ ഞാൻ മാതാവിൻ്റെ രൂപം കണ്ടു. അങ്ങനെ ഞാൻ എല്ലാവരെയും വിളിച്ച് കാണിച്ചു, ഇത് മാതാവല്ലേ നോക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അന്ന് തന്നെ എന്നെ ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചു. 2 ദിവസത്തിനുള്ളിൽ നിനക്ക് കോള് വരുമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു, കോട്ടയത്തോട്ട് പോസ്റ്റിംഗ് നിനക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയം റെയിൽവേയിൽ 13 മീറ്റർ, എൻ്റെ ആഗ്രഹം പോലെ തന്നെ 13 മീറ്ററിന് മുകളിൽ പലതവണയും ചെയ്യിച്ച് മാതാവ് എനിക്ക് സദേൺ റെയിൽവേ കോട്ടയത്ത് തന്നെ എനിക്ക് പോസ്റ്റിംഗ് തന്നു. ഇങ്ങനെ ഇഞ്ചുറി ആണെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ശനിയാഴ്ചകളിലും കൃപാസനം വരുന്ന ഒരാളാണ്. എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്. ഞാൻ ഒരു അത്ലറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ പേർക്ക് എൻ്റെ സാക്ഷ്യം പ്രചോദനമാവണമെന്നും എനിക്കുണ്ട്. കാരണം എന്നോട് പറയും, നിനക്ക് എന്നാൽ പിന്നെ ഇഞ്ചുറി ആവുന്നവരെല്ലാം നിനക്ക് വിളിച്ച് ഇങ്ങോട്ട് വരാൻ മേലേന്ന് ചോദിക്കും. പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. കാരണം എനിക്ക് മാതാവ് ഉടമ്പടി എടുത്തിട്ട് മാതാവ് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും മൈൻഡാക്കാറില്ല. ഇനിയും ഞാൻ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. പിന്നെ ഞാൻ ചെയ്തേക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം, ഞാൻ മത്സരത്തിന് പോകുമ്പം എറണാകുളം, കോട്ടയം അങ്ങനെ കുറേ സ്ഥലത്ത് പത്രം കൊണ്ട് കൊടുക്കും. കുറേ പേര് വേണ്ടെന്നൊക്കെ പറയും, പക്ഷെ അതൊന്നും ഞാൻ മൈൻഡാക്കാറില്ല. നമുക്ക് മാതാവ് അനുഗ്രഹം തന്നെങ്കിൽ നമ്മളത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. പറയുന്നവർ പറയട്ടെ, അവരൊരു ദിവസം ഇവിടെ വരും, മാതാവിൻ്റെ അടുത്ത് തന്നെ അവർ വരും എന്ന് എനിക്കറിയാം. പിന്നെ കുറേ കൂട്ടുകാരെ ഞാൻ കൊണ്ടുവന്നു, ഉടമ്പടി കുറച്ച് പേരെയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പള്ളിയിലും പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഉടമ്പടിയത്തിന് ശേഷം ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാലയൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര സ്പീഡിൽ ചൊല്ലുന്നു. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇച്ചിരി സ്പീഡ് എനിക്ക് കൂടുതലാണ്. പെട്ടെന്ന് കൊന്ത ചൊല്ലി തീർക്കണമായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം ഭയങ്കര പതിയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ആൾക്കാരോട് കുറച്ച് സൗമ്യമായിട്ട് ഇടപെടാൻ തുടങ്ങി. മറ്റേ ദേഷ്യമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. സ്വഭാവം കുറേ മാറിയിട്ടുണ്ട് കൃപാസനത്തിൽ വന്നതിന് ശേഷം. മാതാവിനും ഈശോയ്ക്കും എനിക്ക് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി ഞാൻ പറയുന്നു. പ്രഭാഷകൻ 34:20 കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അലീന ടി സജി എന്ന ഈ മകളുടെ കായിക ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. മകൾ എങ്ങനെ അമ്മയുടെ അരികിൽ ആദ്യമെത്തി, അമ്മ നൽകിയ അനുഗ്രഹവും സംരക്ഷണവും എന്തായിരുന്നു, അത് ഓൺ ചെയ്യാതെ അല്പമൊന്ന് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ വീണ്ടും എങ്ങനെ അമ്മ കൂട്ടിക്കൊണ്ട് വന്നു, പിന്നീട് എങ്ങനെ ഓരോ നിമിഷവും അത് ഗൗരവമുള്ള ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിലും
അമ്മ മകളെ ഇങ്ങനെ കൈപിടിച്ച് നടത്തി ഉയർത്തി എന്നതാണ് മകളുടെ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുന്നത്. സീനിയർ പെൺകുട്ടികളുടെ നാഷണൽ മീറ്റർ റെക്കോർഡ് 14.14 മീറ്ററാണ്. മകൾ ഇപ്പോൾ ചാടിയിരിക്കുന്ന ദൂരം 13.30 ഏതാണ്ട് 1 മീറ്റർ ദൂരത്തിൽ ദേശീയ റെക്കോർഡ് മോളുടെ അരികിലുണ്ട്. മകൾ ഈ നാളുകളിൽ ഉടമ്പടിയിൽ ഏറ്റവും ശക്തമായി നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയുള്ള ജീവിതമാണ് നയിക്കുന്നത്. മകൾ പറഞ്ഞു 12 മീറ്ററോട് അടുത്ത് 12 മീറ്ററിലായിരുന്നു മകളുടെ ഏതാണ്ട് സ്ഥിരമായിട്ടുള്ള പെർഫോമൻസ്. ആ നാളുകളിലാണ് 13 മീറ്റർ ആ ബെഞ്ച് മാർക്കിൽ റെയിൽവേയിലേക്ക് ജോലി കിട്ടും വിധം തന്നെ ഒന്ന് ഉയർത്തുവാനായി എയർലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അമ്മയുടെ അരികിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. അതും സന്തോഷത്തോടും സന്മനസ്സോടും കൂടി മകൾ ഇവിടെ ഉടമ്പടി എടുക്കുവാൻ വന്നതല്ലെന്നും സൂചിപ്പിച്ചു. ഒരു അക്രൈസ്തവ കൂട്ടുകാരിയാണ് മകളെ ഈ ആലയത്തിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുന്നത്. മകൾ പരിക്കിൻ്റെ പിടിയിലായ സാഹചര്യത്തിൽ കൂടിയാണ് മകൾക്ക് മുന്നോട്ടുള്ള ഗതിക്ക് കുതിപ്പ് കിട്ടുവാൻ വേണ്ടി ആ കൂട്ടുകാരി നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവരുന്നത്. നാം എങ്ങനെ അമ്മയുടെ അരികിൽ എത്തുന്നു എന്നതിലല്ല കാര്യം, എത്തുന്ന നിമിഷം അമ്മയെ നമ്മളെങ്ങനെ നമ്മുടെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിലാണ് കാര്യം. മകളുടെ വാക്കുകളിൽ നമ്മൾ അതാണ് കാണുന്നത്. ഇവിടെ വരുമ്പോൾ ഒത്തിരി ഉടമ്പടി ജീവിക്കാൻ പറ്റുമോ? തൻ്റെ സ്വഭാവമൊക്കെ മാറ്റണ്ടേ? ദേഷ്യപ്പെടുന്നതൊക്കെ കുറയ്ക്കണ്ടേ? എങ്ങനെയായിരിക്കും കാര്യമെന്നോർത്ത് ഒത്തിരി പ്രീഒക്യുപ്പേഷൻസ്, മുൻവിധികളൊക്കെ മകൾക്കുണ്ട്. എന്നാൽ ഉടമ്പടിയിലേക്ക് വന്നു തുടങ്ങുമ്പോൾ അമ്മ മാത്രം ശരണമെന്ന് പൂർണ്ണമായി ഉറപ്പിച്ചുകൊണ്ട് ജീവിതത്തെ വിട്ടുകൊടുക്കുകയാണ്. മകൾ സൂചിപ്പിച്ചു, ആദ്യത്തെ നിയോഗം എഴുതി വെച്ചത് 13 മീറ്റർ ക്വാളിഫൈ ചെയ്ത് സദേൺ റെയിൽവേയിൽ ജോലി കിട്ടണമെന്നാണ്. റെയിൽവേയുടെ തന്നെ 2 മീറ്റുകളിൽ പങ്കെടുത്ത് അത് രണ്ടും ക്വാളിഫൈ ചെയ്യാതെ 12-12.5 മീറ്ററോടും ചാടി അത് പുറകോട്ട് മാറേണ്ടി വന്നു. എന്നാൽ അമ്മയുടെ അരികിൽ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടോ? അമ്മ അതിനുള്ള സാഹചര്യം ഇണക്കിയിരിക്കും. അതാ മോൾ പറഞ്ഞത്. 3ാമത്തെ ട്രയൽ വന്നത് സദേൺ റെയിൽവേ ആയിരുന്നു. അവിടെ ആദ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട് 13:30 ചാടിക്കൊണ്ട് വളരെ നിഷ്പ്രയാസം, ആർക്കും ഇതെന്താ സംഭവിച്ചതെന്ന് പോലും അത്ഭുതപ്പെടുന്ന വിധത്തിൽ മകൾക്ക് അമ്മ മാതാവ് ആ ഒരു അനുഗ്രഹം ദാനമായി, സന്തോഷമായി, സ്നേഹത്തോടെ കൈമാറുകയാണ്. മകൾ അതുപോലെ തന്നെ പറയുന്നുണ്ട്, മറ്റൊരു നാഷണൽ മീറ്റിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകുമ്പോൾ മൈഗ്രെയിൻ കാരണം ഒന്ന് നിവർന്നു നിൽക്കുവാനോ ഒരു ജമ്പെടുക്കുവാനോ പറ്റാത്ത വിധം ക്ലേശിക്കുമ്പോൾ ഉടമ്പടി തൈലം തല മുഴുവൻ പാദം വരെ വാരിപ്പൊത്തിക്കൊണ്ട് മകൾ ചെന്ന് ആദ്യത്തെ മീറ്റ് പങ്കെടുക്കുന്നു. ആദ്യത്തെ ജമ്പ് അത് തന്നെ 12:50 എന്ന ക്വാളിഫൈ മാർക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് മാതാവ് തിരികെ അവളെ ആ ശരീരത്തിൻ്റെ അനാരോഗ്യ അവസ്ഥയിൽ അവളെ തിരികെ മുറിയിലേക്ക് കൊണ്ടുവരുന്നു. അടുത്ത ദിവസവും ഇതുപോലെ തന്നെ മൈഗ്രെയിൻ കലശലായി നിൽക്കുമ്പോൾ വീണ്ടും അമ്മയുടെ ഉടമ്പടി തൈലം തല മുതൽ ഉച്ച മുതൽ ഉള്ളംകാലി വരെ വാരിപ്പൊത്തിക്കൊണ്ട് മകൾ പിന്നീടും ചാടുന്നതാണ് മകൾ സൂചിപ്പിച്ചത്. അവിടെ 2 സെൻറ്റിമീറ്ററിന് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടുവെങ്കിലും അത്ഭുതകരമാം വിധം അമ്മ ഏറ്റവും നല്ലൊരു ദൂരം കണ്ടെത്തിക്കൊണ്ട് ആ മീറ്റ് കംപ്ലീറ്റ് ചെയ്യുവാൻ മകളെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, മകളുടെ കാലുകൾക്ക് കുതിപ്പും മകളുടെ പ്രാർത്ഥനകൾക്ക് ഫലവും മകളുടെ ജീവിതത്തിൻ്റെ ആ ഉദ്ദേശങ്ങൾക്ക് അനുഗ്രഹവുമായി കൃപാസനം ഉടമ്പടി മാതാവ് കൂടെ നിന്നതിനെക്കുറിച്ചും മകൾ തളർന്നപ്പോഴൊക്കെയും മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടമ്പടിയിലാണോ ധൈര്യമായി മുന്നോട്ട് പോകുമെന്ന് മകളെ ശക്തിപ്പെടുത്തിയതിൻ്റെയും സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. നമുക്കെവിടെയൊക്കെയാണോ നാം വല്ലാതെ വീണു പോകുന്നത്, ബലഹീനമായി പോകുന്നത്, ഇനി മുന്നോട്ടൊരടി വയ്ക്കുവാൻ പറ്റില്ലെന്ന് സ്വയം നാം കരുതുന്നത്, അവിടെ നമ്മളെ ദീർഘദൂരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉടമ്പടിക്ക് കഴിയും, അമ്മ മാതാവിന് കഴിയും. നമ്മുടെ ചുറ്റും പ്രശ്നങ്ങളാണെങ്കിലും നമ്മളെ അമ്മ മാതാവ് ഉള്ളം കയ്യിലെടുത്തുകൊണ്ട് പ്രശ്നത്തിന് പുറത്തു കൊണ്ടുവന്ന് സുരക്ഷിതമായി നിർത്തുന്നത് നമുക്ക് കാണാനാവും. അത് ഉടമ്പടിയുടെ തനിമയുള്ള പ്രത്യേകതയാണ്. മകൾ അതാ പറയുന്നത്, എനിക്ക് ചുറ്റുപാടും കുറേയധികം നെഗറ്റീവ് സെറ്റ് ബാക്സ് ഉണ്ട്, എങ്കിലും എൻ്റെ ഉടമ്പടിയെടുത്ത നാൾ മുതൽ അമ്മ തൻ്റെ ഉള്ളം കയ്യിൽ എന്നെ ഇങ്ങനെ എടുത്തുയർത്തിക്കൊണ്ട് ഞാൻ എങ്ങനെയാണോ ജീവിതത്തിൽ മുന്നേറേണ്ടത് ആ രീതിയിലേക്ക് എന്നെ പ്രൈസ് ചെയ്യിക്കുകയായിരുന്നു.
മകൾ തള്ളിപ്പറഞ്ഞത്, മെഴുകുതിരിയിൽ ഒരു കൂട്ടുകാരിക്ക് മാതാവിൻ്റെ രൂപം വന്ന് കേട്ടപ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളിപ്പറഞ്ഞ അതേ കാര്യം മകളുടെ കണ്ണുകളിൽ കാണിച്ചു കൊടുത്തുകൊണ്ട്, ഞാൻ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടെന്ന്, ഞാൻ സംശയിച്ചാൽ സംശയം ദുരീകരിച്ച് അടയാളങ്ങളിലൂടെ നിൻ്റെ ജീവിതത്തെയും വിശ്വാസത്തെയും ബലപ്പെടുത്തുമെന്ന് അമ്മ നമ്മളോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടി നമ്മളെ എപ്പോഴും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു, വിശ്വസ്തതയിൽ വളർത്തുന്നു, ദൈവാനുഗ്രഹത്തിൽ നിറയ്ക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് അമ്മ തിരുക്കുമാരന് കൊടുത്ത് സഹായിക്കണമേ എന്ന്. ഈ മകൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങളും കൂടുതൽ ദൂരവും താണ്ടുവാൻ അമ്മ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ദൈവസമക്ഷം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.